ലീഡ് ജനറേഷൻ ആഡ് ആയിരുന്നു. സാഫിയർ വെച്ചിട്ട് ലീഡ് മൊത്തം ഒരു എക്സൽ ഷീറ്റിലോട്ട് എടുക്കും. അങ്ങനെയാണ് ജൂൺ മാസം 60K 5.2 ലാക്ക്, ജൂലൈ മാസം 1 ലാക്ക് 7.9 ലാക്ക് ഇൻകം, അടുത്തത് ഓഗസ്റ്റ് 2 ലാക്ക് 11 ലാക്ക്, മന്ത്ലി 10 ലാക്കിലോട്ട് സെയിൽസ്. 8 മാസം കൊണ്ട് 65 ലക്ഷം രൂപ വിത്തൗട്ട് എനി സ്റ്റാഫ്, വിത്തൗട്ട് എനി ഓഫീസ്, വിത്തൗട്ട് എനി റെന്റ്, വിത്തൗട്ട് എനി ഫോൺ കോൾസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെന്ന് പറയാം. ഇപ്പൊ നമ്മളിരിക്കുന്ന സിറ്റുവേഷൻ KGF പാർട്ട് 1 ആണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ ബിസിനസ് ചെയ്തിട്ട് അവിടെ വന്നിരിക്കുന്നത് അല്ലേ. എടുത്തോലും ആരുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ വിപിൻ വാട്ടി ഇരുന്നിട്ടുണ്ട്, ഇഷ്ടമുള്ള കുറെ പേര് സാഫിയർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഒരു ദിവസം ഒരു സൂം മീറ്റിംഗിൽ ഇരിക്കുന്ന ചോദിച്ചു, വിപിൻ ഇരുന്നു, ഓപ്പൺ ചെയ്തു, കാണിച്ചു തന്നു. ആ സൂം മീറ്റിംഗ് തീർന്നപ്പോൾ അടുത്ത 1 മണിക്കൂറിൻ്റെ അകത്ത് വാട്ടി ഞാൻ എടുത്തു. ഇതൊക്കെ ഞാൻ എവിടെ നിന്ന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വീക്കിലി മീറ്റിംഗിൽ വരുന്ന സമയത്ത് ആരെടുത്ത് ചോദിക്കും? പ്രവീൺ സാറിൻ്റെ അടുത്ത് ചോദിക്കും. പരസ്യം ചെയ്യാനും പ്രവീൺ സാറിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡയമണ്ട് മെമ്പർഷിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സാറ്റർഡേ നമുക്ക് മീറ്റിംഗ് ഉണ്ട്, ഹൈ മീറ്റിംഗ് സെപ്പറേറ്റ് ഉണ്ട്, നമുക്ക് വേറെ അക്കൗണ്ടബിലിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ ഫുൾ ഡിസ്കഷൻ പരിപാടിക്കുകയാണ്. അങ്ങനെയാണ് അടുത്ത ഫോളോ ഫേസിലോട്ട് വരുന്നത്. 30 ദിവസം കൊണ്ട് 11,50,000. നമ്മളിവിടെ ഇതിൻ്റെ അകത്തൂടെ പഠിക്കുന്നത് ഒരുപാട് പേര് ഇംപ്ലിമെന്റ് ചെയ്ത് ലോകത്ത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് പഠിപ്പിക്കുന്നത്. ഓട്ടോമേഷൻ ടൂൾസ് ആണെങ്കിൽ തന്നെ സെലക്റ്റീവ് ആയിട്ട് ബെസ്റ്റ് ടൂൾസ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. സ്റ്റോറി ടോട്ടൽ 11 ലാക്ക് ആഡ് സ്പെൻഡ് ചെയ്തിട്ട് 65 ലാക്ക് 8 മന്ത് കൊണ്ട് ഭയങ്കര റിലാക്സ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഫ്രീഡം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കൂടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഓപ്ഷൻ തരാം. ഒന്ന്, സച്ചിൻ എന്ന വ്യക്തി എങ്ങനെയാണ് ആർട്ടിസ്റ്റ് സച്ചിനായത് എന്നുള്ള സ്റ്റോറി പറയാം. രണ്ടാമത്തെ ഓപ്ഷൻ, 8 മാസം കൊണ്ട് 65 ലക്ഷം രൂപ വിത്തൗട്ട് എനി സ്റ്റാഫ്, വിത്തൗട്ട് എനി ഓഫീസ്, വിത്തൗട്ട് എനി റെന്റ്, വിത്തൗട്ട് എനി ഫോൺ കോൾസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെന്ന് പറയാം. ഇതാണ് എൻ്റെ സ്റ്റോറി. 8 മാസം കൊണ്ട് 1000 പേരുടെ 1000 ആർട്ടിസ്റ്റുകളുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് 65 ലക്ഷം രൂപ ക്രിയേറ്റ് ചെയ്തതെന്ന്. എൻ്റെ കമ്മ്യൂണിറ്റിയുടെ പേര് ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനെസ് ഹബ് എന്നാണ്. ആർട്ട് പഠിക്കുന്നതിനൊപ്പം തന്നെ ആർട്ടിലൂടെ, ആർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ഏരിയ ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് ആണ്. ഡ്രോയിങ്, പെയിന്റിംഗ്, നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യവും സന്തോഷവും ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഏരിയ ആയിട്ട് വരുന്നത്. അപ്പം അതിലൂടെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക, ഞാൻ അതെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കാം. നിലവിലിപ്പോൾ ഒരു 2 ലക്ഷം യൂട്യൂബ് ഫോളോവേഴ്സ് ഉണ്ട്. ഏകദേശം ഒരു 10,000-ഓളം സ്റ്റുഡൻസിനെ ഓൺലൈനിലായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ നമ്മുടെ ലൈഫ് ടൈം കമ്മ്യൂണിറ്റിയിൽ ലെവൽ 1-ൽ 1000 മെമ്പേഴ്സാണ് വരുന്നത്. എൻ്റെ ഒരു മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷത്തോളം പ്യൂർ ആയിട്ടുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കൊണ്ട് അവരുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള
ആർട്ട് വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, അതിലൂടെ അവരുടെ ലൈഫിൽ സന്തോഷം വർദ്ധിപ്പിക്കുക, അതൊരു മിഷനായിട്ട് വരുന്നത്. എൻ്റെ നാട് ഇരിഞ്ഞാലക്കുടിയാണ്, തൃശ്ശൂർ ജില്ലയാണ്. എൻ്റെ ഫാമിലിയിൽ കല്യാണിജി പറഞ്ഞ പോലെ ഒറ്റ മോനാണ്, അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു കുട്ടി കൂടി വരാനുണ്ട്. അച്ഛനമ്മയുടെയും ഭാവിയല്ല കേട്ടോ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി കൂടി വരാനുണ്ട്. KGF സിനിമ ഉണ്ടോ? ആരും കണ്ടോ? ഹാൻഡ് റൈസ് ചെയ്ത്. പുഷ്പ കണ്ടോ ആരെങ്കിലും? ഇതിന് രണ്ടിനും ഫസ്റ്റ് പാർട്ടും ഉണ്ട്, സെക്കൻഡ് പാർട്ടും ഉണ്ട്. ഫസ്റ്റ് പാർട്ടിൽ എന്താ കഥ? സെയിം കഥ രണ്ടിലും. ഒരു നായകൻ കുറെ പ്രശ്നങ്ങൾ വരുന്നു, കുറെ ഗുണ്ടകൾ ഇടിക്കുന്നു, മെയിൻ വില്ലനെ കാണുന്നു. അവിടെ നിന്നാണ് സെക്കൻഡ് പാർട്ട് കൊടുക്കുന്നത്. KGFിലാണെങ്കിൽ മെയിൻ വില്ലനെ കൊല്ലുന്നു. ഇനി എന്നെ കുറിച്ച് നിങ്ങൾ ആലോചിക്കരുത് കേട്ടോ, നിങ്ങളെ കുറിച്ച് മാത്രം ആലോചിക്കുക. ഇപ്പൊ നമ്മളിരിക്കുന്ന സിറ്റുവേഷൻ ഇല്ലേ, KGF പാർട്ട് 1 ആണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ ബിസിനസ് ചെയ്തിട്ട് അവിടെ വന്നിരിക്കുന്നത് അല്ലേ? KGFിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്താണ്? 10 പേരെ തല്ലി ഡോണായവനല്ല ഞാൻ തല്ലിയ 10 പേരും ഡോണുകളായിരുന്നു. അതേ സിറ്റുവേഷനിലാണ് ഇവിടെ നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് അല്ലേ? എന്റെ സ്റ്റോറിക്ക് ഒരു ഫസ്റ്റ് പാർട്ട് ഉണ്ട്, അത് കാണുന്നുണ്ടെങ്കിൽ പ്രവീൺ സാറിന്റെ ചാനലിൽ ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നത് കണ്ടോക്കിയാൽ മനസ്സിലാവും. ഞാൻ സെക്കൻഡ് പാർട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. KGF സിനിമ എടുക്കുകയാണെങ്കിൽ മെയിൻ വില്ലനെ കൊന്ന് KGF സ്വന്തമാക്കി റോക്കി ബായ് അല്ലേ? അതിൻ്റെ അകത്ത് സ്വർണം ഉണ്ടെന്നും മനസ്സിലായി, ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്നും മനസ്സിലായി. ഇനി അതിൻ്റെ അകത്ത് സ്വർണം എടുക്കണം. എൻ്റെ അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് എടുക്കണം, കാരണം ഒരു കല്യാണം നടത്താനുള്ളതോ. അതുകൊണ്ടാണ് 8 മാസം കൊണ്ട് അത് ക്രിയേറ്റ് ചെയ്തിട്ടോ. അതെങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു തരട്ടെ. 2022 ഒക്ടോബറിലാണ് ഞാൻ പെണ്ണ് കാണുന്നത്. നല്ല കുട്ടി കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ സമയം നിങ്ങൾക്ക് എല്ലാവരും കുറെ പേര് ബാച്ചിലേഴ്സ് ഉണ്ട്, കുറെ പേര് ബാച്ചലർ ലൈഫ് കഴിഞ്ഞ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബാച്ചലർ ലൈഫിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പരീക്ഷിക്കാം, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ, ഫെയിലിയർ ആവും, കടം വരുത്താം, എല്ലാം സംഭവിക്കും. പക്ഷെ ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റണം അല്ലേ? അതായിരുന്നു എൻ്റെ 2023 സ്റ്റാർട്ടിങ്. അത് മാത്രമല്ല, 2023 എന്ന് പറയുന്നത് ഞാൻ ആർട്ട് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എൻ്റെ 10ാമത്തെ വർഷമാണ്. കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കുറേ ഫെയിലിയേഴ്സ് ഉണ്ട്, ചെറിയ ചെറിയ വിജയങ്ങളുണ്ട്. പക്ഷെ 10ാമത്തെ വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് കാണിക്കണമല്ലോ, നമ്മൾ വിജയിച്ചു എന്ന് കാണിക്കണമല്ലോ. കൂടാതെ ഫാമിലി സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് അത്തരത്തിലൊരു ആവശ്യം വന്ന സമയത്ത് ഞാനൊന്ന് റീതിങ്ക് ചെയ്തു. ഇതേപോലെ ഒരു ദിവസം ഒരു ഡിസംബർ മാസം ഞാൻ റീതിങ്ക് ചെയ്തു. അപ്പൊ ഞാൻ മനസ്സിലാക്കി കുറെ റിയാലിറ്റി ഉണ്ട് ഇതിൻ്റെ അകത്ത്. എന്നെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ, ഞാൻ ഓരോന്നും പറയും, നിങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഫസ്റ്റ് പോയിന്റ്, ആ സമയത്ത് എനിക്ക് എവിടെ ഫോക്കസ് ചെയ്യണം എന്നറിയില്ല. എൻ്റെ മുമ്പിൽ ഒരുപാട് വിജയിച്ചു വന്നവരുടെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല. എൻ്റെ മുമ്പിൽ ഒരു KGF കിടക്കുന്നുണ്ട്, ഫുൾ ഗോൾഡ് മൈനും കിടക്കുന്നുണ്ട്. ഇത് എവിടെ നിന്ന് കുഴിച്ചോടും, എങ്ങനെ കുഴിക്കും എന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഇത് കുഴിക്കാനായിട്ട് എന്തായാലും ഹ്യൂമൻ റിസോഴ്സ് വേണ്ടി വരും. ഈ മനുഷ്യന്മാരെങ്ങനെ മാനേജ് ചെയ്യാന്നുള്ള സ്കില്ല് എനിക്ക് ബേസിക്കലി ഇല്ല. കൂടാതെ ഒരു മൈൻ കുഴിച്ചാൽ പോലല്ലോ റോക്കി ബായുടെ ഒരു ഗോൾഡ് കോയിന് വേണ്ടിയല്ലോ പുള്ളി ഇറങ്ങി തിരിച്ചേ. അമ്മയ്ക്ക് കൊടുത്ത് വാക്കത്തല്ലല്ലോ, എക്സ്പാൻഡ് ചെയ്യണമല്ലോ. ഒരു ഗോൾഡ് കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ 10 എണ്ണം എങ്ങനെ കുഴിച്ചെടുക്കാമെന്നറിയില്ല, 100 എണ്ണം എങ്ങനെ കുഴിച്ചെടുക്കാമെന്നറിയില്ല, 1000 എണ്ണം കുഴിക്കുമ്പോൾ അതിനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടോ എന്നറിയില്ല. പ്രശ്നം, അങ്ങനത്തെ പ്രശ്നം ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഇരിക്കുന്ന ബിസിനസ്സിൽ 1 ലക്ഷം കസ്റ്റമേഴ്സ് വന്നാൽ പൊട്ടിപ്പോകുന്ന ബിസിനസ് ഉണ്ടോ? അതിന്റെ മേലെ വന്ന യെസ്. കൂടാതെ ആ സമയത്ത് ഈ 2023 ഒരുപാട് വർക്ക് ലോഡ് ഉണ്ടായിരുന്നു, കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പ്രൊഡക്റ്റും ഞാനന്ന് ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഓൺലൈൻ ക്ലാസ് ചെയ്തുകൊണ്ടിരുന്നത്. ആർട്ട് ഓൺലൈനിലൂടെ പഠിപ്പിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, ഫ്രാഞ്ചൈസീസ് ഉണ്ടായിരുന്നു, കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റും മാർക്കറ്റും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് എനിക്കുണ്ടായിരുന്നു. കൂടാതെ ഞാൻ ഈ പറഞ്ഞ പോലെ പേഴ്സണലി ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഡെസ്പറേറ്റ്ലി വെയിറ്റിംഗ് ആയിരുന്നു. കാരണം 10 വർഷം വലിയ നീണ്ടൊരു കാലയളവായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ത് നെക്സ്റ്റ് ചെയ്യാമെന്ന് ചിന്തിച്ചു. നിങ്ങളുടെ സ്വന്തം കാര്യം ഒന്ന് ആലോചിച്ച് നെക്സ്റ്റ് എന്താന്നൊരു ക്ലാരിറ്റി എപ്പോഴും വേണം അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ ആ സെയിം ഡിസംബർ മാസമാണ്, കഴിഞ്ഞ വർഷം ഡിസംബർ മാസമാണ് ഞാൻ പ്രവീൺ സാറിൻ്റെ കാൽസോൾ കമ്മിറ്റിയിൽ ജോയിൻ ചെയ്യുന്നത്. അവിടെ നിന്ന് ഞാൻ നീഷ് സെറ്റ് ചെയ്തു, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആണ് സെറ്റ് ചെയ്തു. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ആദ്യത്തെ കമ്പനി ഇൻട്രിവ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തത്. അവിടെ നിന്ന് റിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഓണർ
കുറെ കുറെ ഫൗണ്ടേഴ്സ് ഉണ്ട്. അതിൽ സെറിൻ എന്ന് പറയുന്ന ചേട്ടൻ, ഞങ്ങൾ ചേട്ടൻ എന്ന് വിളിക്കും. സെറിൻ ചേട്ടൻ അടുത്ത് വന്നിട്ട് ചോദിച്ചൊരു കാര്യമാണ്, സച്ചിനെ നീ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത IT കമ്പനിയിൽ കയറാൻ പോകുന്നു. പുള്ളി ഭയങ്കര അത്ഭുതമായി. നീ വലിയ വലിയ ആർട്ടിസ്റ്റായിട്ട് കിടന്നു, നീ വീണ്ടും IT കമ്പനിയിലേക്കാണ് കയറാൻ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വീട്ടിൽ കുറച്ച് പ്രാരാബ്ദമൊക്കെ ഉണ്ട്, നമുക്ക് മന്ത്ലി സാലറി ഉണ്ട്. സെറിൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, നീ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ജീവിതത്തിൽ ഒരു സമയത്ത് നീ ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യും. അതൊന്നും ചിലപ്പോൾ നിനക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു രൂപ പോലും വരുമാനം കിട്ടുന്നുണ്ടാവില്ല. ആൾക്കാർ ഫുള്ള് നിന്നെ കുറ്റം പറയും, നിന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും, നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരൊന്നും ഉണ്ടാവില്ല. പക്ഷെ നീ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, നിന്റെ ഇഷ്ടം വേറൊരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫാക്ടറും ഇല്ലാതെ നിനക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായിരിക്കും നിനക്ക് സക്സസ് ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടായിരിക്കുക. ആ കാര്യം എനിക്ക് ആ മൈൻഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് നീഷ് പ്രവീൺ സാറിൻ്റെ കമ്മ്യൂണിറ്റിയിൽ വന്ന പിന്നെ ചിന്തിക്കാതെ സെലക്ട് ചെയ്തു. ഒരു 7 പോയിന്റ്സാണ് എൻ്റെ ഒരു ജേണിയിൽ. ഞാൻ പറഞ്ഞില്ല 8 മാസം കൊണ്ട് ഒരു KGF ഗോൾഡ് മൈൻ കുറച്ച് പകുതി കുഴിച്ച എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ 8 പോയിൻ്റാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. 1 by 1 ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം. എൻ്റെ ജേണി കൂടിയാണ്, കഴിഞ്ഞ കുറേ മാസങ്ങളിലൂടെയുള്ള ജേണി കൂടിയാണ്. കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്, ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, വാലിഡേഷൻ. നോട്ട് ചെയ്തെടുക്കണം കേട്ടോ എല്ലാവരും. വരാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ മെൻറ്റേഴ്സ് ഉണ്ട്, കുറേ ട്രെയിനിങ് നടക്കുന്നുണ്ട്, കുറേ പേരൊക്കെ ഞാൻ പല പല ട്രെയിനിങ്ങിൽ കണ്ടിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നമുക്ക് ഇൻഫർമേഷൻ ഇഷ്ടം പോലെ ലോകത്തുണ്ട് അല്ലേ. 80-20 റൂൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്, നമുക്ക് ലേൺ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ വീക്കിലി മീറ്റിംഗ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? എൻ്റെ എക്സ്പീരിയൻസിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ നമ്മളാണ്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുക്കാത്തതുകൊണ്ടാണ്. ആ സ്റ്റെപ്പ് വാലിഡേറ്റ് ചെയ്യണം. അത് യെസ് ആണ് നമ്മുടെ മൈൻഡ് നമ്മുടെ അടുത്ത് പറയണം. അത് പറയാത്തിടത്തോളം കാലം വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ ആരും വീഡിയോ ചെയ്യില്ല. സത്യമല്ലേ? ഇപ്പം എൻ്റെ അടുത്ത് ഒരുത്തം വന്നിട്ട് പറയാണ്, സച്ചിന് നീ വീഡിയോ ചെയ്യും, ഞാനിത് വാലിഡേറ്റ് ചെയ്തിട്ടില്ല, എൻ്റെ മനസ്സിലപ്പോഴും നോയാണ്, ഞാൻ ചെയ്യില്ലല്ലോ. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം, എന്ത് റൂള് പഠിച്ചാലും എന്ത് മെത്തേഡ് പഠിച്ചാലും എന്ത് തിയറി പഠിച്ചാലും ടൈം എടുക്കും വാലിഡേറ്റ് ചെയ്യാൻ, ഇഷ്ടംപോലെ ടൈം എടുക്കും. അങ്ങനെ പ്രവീൺ സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് വെബിനാർ സെല്ലിംഗ് ഫോർമുല പ്രവീൺ സാർ പഠിപ്പിച്ചു. ഞാൻ അതിനെക്കുറിച്ച് ഒരു പ്രാന്തനെ പോലെ അന്വേഷിച്ചു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ചില്ലറ പരിപാടിയല്ല. സിദ്ധാർത്ഥ രാജശേഖർ എന്ന് പറഞ്ഞ മെൻറ്റർ ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ഇതിങ്ങനെ ഒരു കടൽ പോലെ കിടക്കുന്ന ഒരു സിസ്റ്റമാണ്. ഞാൻ വാലിഡേറ്റ് ചെയ്തു, ഇതൊക്കെ ഉള്ള കാര്യം ഒന്ന് വാലിഡേറ്റ് ചെയ്തു. ഞാൻ എന്നിട്ട് ജനുവരി മാസം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തു വെബിനാർ സെല്ലിംഗ് ഫോർമുല. കുറച്ച് ഓൺലൈൻ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അവരെല്ലാവരെയും വിളിച്ച് ഫ്രണ്ടിലിരുത്തി. പ്രവീൺ സാർ എപ്പോഴും പറയും, കസ്റ്റമേഴ്സിനെ കേൾക്കണം. ഈ കസ്റ്റമേഴ്സായിട്ട് ഡിസ്കണക്ഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ ആ KGF നമ്മുടെ കയ്യിൽ ഇരിക്കില്ല, വേറെ ഒരുത്തം കൊണ്ടുപോകും. കസ്റ്റമേഴ്സായിട്ട് കണക്ഷൻ വയ്ക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, 1 rupee ചലഞ്ച് വെച്ചു. എൻ്റെ സ്റ്റുഡൻസിന് മാത്രം 1 രൂപയ്ക്ക് ജനുവരി മാസം മുഴുവൻ എല്ലാ ദിവസവും ഓൺലൈൻ ക്ലാസ്, എല്ലാ ദിവസവും രാത്രി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എൻ്റെ ഒരു പ്ലാൻ ഉണ്ട്, ഈ ക്ലാസ്സിൻ്റെ അവസാനം വെബിനാർ സെല്ലിംഗ് ഫോർമുല അപ്ലൈ ചെയ്യണം. എന്ത് പ്രൊഡക്റ്റാണെന്ന് എനിക്കറിയില്ല, മനസ്സിലാവുന്നുണ്ടോ? വാലിഡേഷൻ കഴിഞ്ഞു, ആ പരിപാടി ഫോർമുല കിട്ടി, എന്താ കൊടുക്കുന്നതെന്ന് അറിയില്ല. ക്ലാസ് തുടങ്ങി അവസാനിക്കഴിയുമ്പോൾ സ്റ്റുഡൻസായിട്ട് കണക്ട് ചെയ്ത് അവർ തന്നെ പറഞ്ഞൊരു എക്സിബിഷൻ ചെയ്യണമെന്ന്. അങ്ങനെ ആ എക്സിബിഷനാണ് ഞാനവിടെ പിച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് 1,50,000 1 മണിക്കൂർ കൊണ്ട് വെബിനാറിലൂടെ ക്രിയേറ്റ് ചെയ്തത്. അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ടാണ് പ്രവീൺ സാറിൻ്റെ ഡയമണ്ട് മെമ്പർഷിപ്പിലോട്ട് ഇതേപോലെ ഒരു ഇവന്റിലോട്ട് ഞാൻ വന്നത്. വാലിഡേഷൻ. അങ്ങനെ വാലിഡേറ്റ് ചെയ്ത് നമ്മളൊരു കാര്യം സക്സസ് ആകുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് അറിയാമോ? എന്തായിരിക്കും? കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യും. അടുത്തൊരു സ്റ്റെപ്പ് കിട്ടുമ്പോൾ ഈ സൈഡ് അതാണ് ഞാൻ ജനുവരി മാസം വന്നത്. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ഹോൾ ഓഫ് ഫെയിം എന്നുണ്ടായിരിക്കുക. ഇതിലാണ് ഞാൻ എൻ്റെ KGF ഫസ്റ്റ് പാർട്ടിൽ കഥ പറയുന്നത് കേട്ടോ. ഞാനങ്ങനെ ആർട്ടിസ്റ്റായി 1,50,000 രൂപ 1 hour യൂസിങ് വെബിനാർ സെല്ലിംഗ് ഫോർമുല. അടുത്ത മാസം ഫെബ്രുവരി മന്ത് ഇവിടെ ഞാൻ ടോപ്പിൽ എൻ്റെ ആഡ് സ്പെൻഡും ഇൻകം എഴുതുന്നുണ്ട്. ഈ 3 lakh എന്ന് പറയുമ്പോൾ അതിൽ 1.5 ലക്ഷം രൂപ വെബിനാർ സെല്ലിംഗ് ഫോർമുലയിൽ നിന്ന് കിട്ടിയേ. ബാക്കി എനിക്കൊരു ചെറിയൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവർ കോളൊക്കെ ചെയ്ത് കൺവേർട്ട് ചെയ്യുന്ന എമൗണ്ട് ആയിരുന്നു.
പിന്നെ ഇതാണ് സ്വന്തമായിട്ട് ഞാൻ ആഡ് എൻ്റെ അക്കൗണ്ടിൽ ഇത് ഈ ഒരു മാസമാണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ആഡ് അക്കൗണ്ടിൽ പൈസ ഞാൻ സ്വന്തമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ വേറൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി നമുക്ക് ഉണ്ടായിരുന്നു. അവർ 45,000-50,000 വെച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം കണക്ക് പ്രോഫിറ്റ് ഒക്കെ മനസ്സിലാക്കണ്ടാവും. ഇതാണ് നമ്മുടെ ജനുവരി മന്ത്. ഫെബ്രുവരി മന്തിലോട്ട് വന്ന സമയത്ത് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ എൻ്റെ ആഡ് അക്കൗണ്ടിൽ നിന്ന് കുറച്ചും കൂടി എമൗണ്ട് റേസ് ചെയ്തു. ഇൻകം കുറച്ച് അവിടെ സ്റ്റേബിളായി. ഞാൻ പക്ഷേ എൻ്റെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ നിന്ന് ഫോക്കസ് ഞാൻ കുറച്ചൊന്ന് കുറച്ചിട്ട്, കാരണം ഈ പറഞ്ഞ പോലെ എൻ്റെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിലെ എക്യുപ്മെൻറ്റ്സ് ഇല്ല സ്വർണം കുഴിച്ചെടുക്കേണ്ടത്, അതെനിക്ക് മനസ്സിലായി. ഫോക്കസ് കുറച്ചിട്ട് ഞാൻ പ്രവീൺ സാറിൻ്റെ റെക്കോർഡർ ക്ലാസ്സുകൾ കാണാൻ തുടങ്ങി അറ്റൻഡ്. കാരണം ഇതിന് ടൈം വേണം, അത് കാണാനായിട്ട് ടൈം വേണം. കാണാൻ തുടങ്ങി. ലീഡ് ജനറേഷൻ ആഡ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് താഴെ കുറേ ലീഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അടുത്ത മാസം നമ്മൾ ചെയ്തത്. ഇവിടെ ഒരു പ്രശ്നം വരും. മൂന്നാമത്തെ പോയിന്റ്, റെക്കോർഡർ ക്ലാസ് ആണ്, വീക്ക്ലി മീറ്റിംഗ് ആണ്, ത്രില്ലടിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ, കുറേ തിയറി പാർട്ടൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ സെൽഫ് ഡൗട്ട് വരും. ഇത് ശരിയാവോ, പൈസയുള്ള ഇറങ്ങുന്നത്, ഇനി തിരിച്ചു കിട്ടോ, ഇത് വർക്കൗട്ടാവും, അങ്ങനെ കുറേ ഡൗട്ട് വരും. അപ്പോൾ മാർച്ച് മാസം എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് നിൽക്കുന്ന ഒരു സമയം ഞാൻ. പക്ഷേ ഇവിടെ കണ്ടോ, 16K ആഡ് ഞാൻ സ്പെൻഡ് ഇൻക്രീസ് ചെയ്തു. ലീഡ് ജനറേഷൻ ആഡ് ആയിരുന്നു. സാപ്പിയർ വെച്ചിട്ട് ലീഡ് മൊത്തം ഒരു എക്സൽ ഷീറ്റിലോട്ട് എടുക്കും, സ്റ്റാഫിന് കൊടുക്കും, കോൾ ചെയ്യാൻ പറയും. അവിടെ എന്ത് പ്രശ്നം അതിനെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാഫ് റിസൈൻ ചെയ്ത് പോയി. എന്തായിരിക്കും റീസൺ? എന്നെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റും. ഞാൻ തന്നെ കാരണക്കാരൻ. അവരിഷ്ടം പോലെ ലീഡ് ഞാൻ എടുത്തു കൊടുത്ത് കോൾ ചെയ്യാൻ പറ്റുന്നില്ല. കോൾ ചെയ്യുമ്പോൾ തന്നെ തിരിച്ചു വിളിക്കുമ്പോൾ പല കസ്റ്റമേഴ്സും ആ സമയത്ത് എടുക്കും. കാരണം ലീഡ് വരുന്നതും കോൾ ചെയ്യുന്ന തമ്മിലുള്ള ഡിഫറൻസ് ഭയങ്കര വരും. അറിയാമോ? നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ആ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഏജൻസിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ എന്തോരം ഡിഫറൻസ് ഉണ്ടായിരിക്കും. അവർ ആ ലീഡ് എടുത്ത് എക്സൽ ഷീറ്റിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് നമ്മുടെ സ്റ്റാഫിനെ അയച്ച് സ്റ്റാഫ് വിളിക്കുമ്പോൾ ചിലപ്പോൾ അടുത്ത ദിവസമായിരിക്കും. കസ്റ്റമർ ഇതൊക്കെ മറന്നു. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പാവം പയ്യൻ റിസിഗ്നേഷൻ ലെറ്റർ ഇട്ടു. ഞാനൊന്നും ആലോചിക്കാതെ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞു വിട്ടു. KGF ഞാൻ ഒറ്റയ്ക്കായി. മാർച്ച് മാസം ഞാൻ തീരുമാനിച്ചു സ്ക്രാച്ചിൽ നിന്ന് പിടിക്കാം. കാരണം കമ്മ്യൂണിറ്റി ഉണ്ട്, പ്രവീൺ സാറുണ്ട്, ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇതൊക്കെ ഗോൾഡ് മൈൻ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ അടുത്തുണ്ട്. മാർച്ച് മാസം മുതൽ ഞാൻ തീരുമാനിച്ചു സ്ക്രാച്ചിൽ നിന്ന് പിടിക്കാം. ഇതിനെക്കുറിച്ച്, ഈ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഓൾറെഡി സാപ്പിയർ ഉണ്ടായിരുന്നു, വാട്ടിയും കൂടി എടുത്തു. ഇത് രണ്ടും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തു. വാട്ടി എടുക്കാനായിട്ട് റീസൺ വിപിനാണ് ഈ പറയുന്നത്. അത് കമ്മ്യൂണിറ്റിയുടെ പവറാണ്. ഞാനൊരു 3 വർഷം മുമ്പ് ഇതിനെക്കുറിച്ച് എനിക്കറിയാം. വാട്ടി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എൻ്റെ അടുത്ത് കുറേ പേരും പറഞ്ഞിട്ടുണ്ട്, സച്ചിനെ വാട്ടി എടുക്ക്. എന്നിട്ട് അവനെടുക്കുമോ? അവനെടുത്തതാണോ? റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ പറയുന്നവൻ ഉപദേശിക്കുന്നവൻ വാട്ടി എടുത്തിട്ടില്ല, എന്നിട്ട് നമ്മളെ ഉപദേശിക്കുന്നത് നമ്മളെടുക്കുമോ? ഇതായിരുന്നു എൻ്റെ ഒരു 3 വർഷത്തെ അവസ്ഥ. എല്ലാ സിസ്റ്റവും ഉണ്ട്, എല്ലാം ഉപദേശിക്കും, എടുത്തോലും ആരുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ വിപിൻ വാട്ടി എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള കുറേ പേര് സാപ്പിയർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഒരു ദിവസം ഒരു സൂം മീറ്റിംഗിൽ ഇരിക്കുന്ന ചോദിച്ചു. വിപിൻ ഇരുന്നു, ഓപ്പൺ ചെയ്തു, കാണിച്ചു തന്നു. ആ സൂം മീറ്റിംഗ് തീർന്നപ്പോൾ അടുത്ത 1 മണിക്കൂറിൻ്റെ അകത്ത് വാട്ടി ഞാൻ എടുത്തു. അങ്ങനെയാണ് മാർച്ച് മാസം ഈ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഏപ്രിൽ മന്ത് ഞാൻ സ്പീഡിലാണ് പോകുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ? ഏപ്രിൽ മാസം വെക്കേഷൻ ടൈമാണ്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ സീസണാണ്. അവിടെ ഞാൻ സിസ്റ്റം ബിൽഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സിസ്റ്റം ബിൽഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സ്റ്റാഫില്ല, ആഡ് റണ്ണിങ് ആണ്. എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇതിനി എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ പൈസയുണ്ട്. വാട്ടിക്ക് മന്ത്ലി എമൗണ്ട് വരും, സാപ്പിയറിന് മന്ത്ലി എമൗണ്ട് വരും, സൂം ഇൻ്റഗ്രേഷന് മന്ത്ലി എമൗണ്ട് വരും, കൺവെർട്ട് കിറ്റിന് മന്ത്ലി എമൗണ്ട് വരും, ടീച്ചബിളിന് മന്ത്ലി എമൗണ്ട് വരും. ടീച്ചബിൾ 13,000 എന്തോ മന്ത്ലി. അപ്പോൾ ഏകദേശം എല്ലാം കൂടി കൂട്ടുമ്പോൾ ഒരു 35-40-45 റേഞ്ചിലോട്ട് ഒരു ഹൈ എൻഡിൽ ചെയ്യുകയാണെങ്കിൽ കയറും. അപ്പം എനിക്ക് മനസ്സിലായി, കുറച്ച് പൈസ എൻ്റെ അടുത്ത് ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്തൊരു വർഷം എനിക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. ഞാൻ എക്സിസ്റ്റിംഗ് കോഴ്സിൻ്റെ പാറ്റേൺ വെച്ചിട്ട് മാക്സിമം പരസ്യം കൊടുത്തു. പരസ്യം ഓൺലൈനിൽ പോകും, വാട്ടിലോട്ട് എൻക്വയറി വരും. അവിടെ മാത്രമേ ഉള്ളൂ ഓട്ടോമേഷൻ. മനസ്സിലാവുന്നുണ്ടോ? വാട്ടിലോട്ട് എൻക്വയറി വരും,
കസ്റ്റമൈസ് ചോദിക്കുമ്പോൾ ഞാൻ റിപ്ലൈ മാനുവലി കൊടുക്കും. പേയ്മെൻ്റ് അടച്ച സ്ക്രീൻഷോട്ട് അയക്കും. മാനുവലി ഇപ്പുറത്തിരുന്ന് കോഴ്സിലോട്ട് ടീച്ചബിൾ ആ സമയത്തില്ല, കോഴ്സിലോട്ട് ആഡ് ചെയ്യും. അങ്ങനെയാണ് 7.3 lakh ഇൻകം 40K ആഡ് സ്പെൻഡിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കേഷൻ മാസം ആയതുകൊണ്ട് മാത്രം. എന്തിനാണ് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു? കാരണം അടുത്ത മാസത്തോട്ട് ഇത് നമുക്ക് തിരിച്ച് മറിച്ചിട്ടാൽ മാത്രമേ പണി നടക്കുള്ളൂ. വീണ്ടും ആഡിന് തിരിച്ച് റീസ്പെൻഡ് ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഏപ്രിൽ മാസം ഞാൻ എടുത്തത്. ഇവിടെ ഞാൻ ഈ അഡ്മിഷൻ എടുത്തത് എക്സിസ്റ്റിംഗ് കോഴ്സിലോട്ടാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി, ഈ എക്സിസ്റ്റിംഗ് കോഴ്സ് ഗോൾഡ് കുഴിക്കാനായിട്ട് 2 അടി താഴ്ത്തുമ്പോഴേക്കും 2 മാസത്തെ കോഴ്സാണ്. വാട്സപ്പ് സപ്പോർട്ട് ഉണ്ട്. ഏത് സ്റ്റുഡൻറ്റിനും ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാം. 2 മാസം കഴിഞ്ഞാൽ കോഴ്സ് തീരും. സ്റ്റുഡൻസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കണക്റ്റ് ആവും. ഇപ്പം ഈ പൈസ ഇട്ട് വരുന്നവർക്കൊക്കെ നെഞ്ചിൽ തീയാണ്, ഇവൻ പറ്റിക്കോ. പിന്നെ ഒരു സമയത്ത് വാട്സപ്പിൽ മെസ്സേജ് റിപ്ലൈ കണ്ടില്ലെങ്കിൽ പിന്നെ ആൾക്കാരുടെ സ്വഭാവം മാറും. ഭയങ്കര ഇഷ്യൂ ആണ്. കൂടാതെ 1ാമത്തെ മാസത്തെ 15-ാം തീയതി ഫീസ് ഇടുന്ന ആൾക്ക് 2 മാസം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കോഴ്സ് പീരീഡ് കൊടുക്കണമല്ലോ. ഒരു 250 സ്റ്റുഡൻസ് കയറി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? 250 പേർക്കും കോഴ്സിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വേറെയാണ്. അതായിരുന്നു ആ കോഴ്സിൻ്റെ അവസ്ഥ. അത് സ്കെയിലബിൾ അല്ല, പക്ഷേ പ്രോഫിറ്റബിൾ ആയിരുന്നു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് KGF മൈൻഡ്. സ്കെയിലബിൾ അല്ല, ഒരുപാട് കുഴിക്കാൻ പറ്റില്ല. അതിന് കുറച്ച് ഗോൾഡ്, പക്ഷെ ഞാൻ കുഴിച്ചു. എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമായിരുന്നു, സെറ്റ് ചെയ്ത് വെച്ചു. മനസ്സിലായോ? ഇവിടെ സംഭവിച്ച കാര്യം, എൻ്റെ എല്ലാ ഫ്രീഡം നഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായിരുന്നു. മോട്ടിവേഷൻ നഷ്ടപ്പെട്ടു. പറഞ്ഞ് സമാധാനിപ്പിക്കാനായിട്ട് ആരുമില്ല, സ്റ്റാഫില്ല. അച്ഛനമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മയ്ക്ക് ഞാൻ എന്താ ചെയ്യുന്നത് പോലും അറിയില്ല. പിന്നെ ആകെയുള്ളത് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്. എന്താ ചിരിച്ച് അവളുടെ അടുത്ത് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അടുത്ത മാസം അങ്ങനെ ഒരു ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് ഇനീഷ്യൽ ചലഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓട്ടോമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കമ്മ്യൂണിറ്റിയുടെ അകത്ത് കുറച്ച് പേര് എന്നെ കോൾ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്, സച്ചിനെ നീ ഞങ്ങൾക്ക് ഓട്ടോമേഷൻ ചെയ്തു തരുമെന്ന്. ചെയ്തു തരാൻ പറ്റും, പക്ഷേ അത് നല്ല മെത്തേഡല്ല, നിങ്ങൾക്കത് പ്രോഫിറ്റബിൾ ആവില്ല. എന്താണെന്നറിയാവോ? ഇത് ട്രയൽ ആൻഡ് എററാണ്. ഫസ്റ്റ് സെറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. ഒരു 10 എൻക്വയറി വന്നു കഴിയുമ്പോൾ ആ ഫ്ലോ ഉണ്ടായിരിക്കുക. അടുത്ത ഒരു 50 എണ്ണത്തിന് നമ്മൾ ഫ്ലോ മാറ്റും, 100 എണ്ണത്തിന് ഫ്ലോ മാറ്റും. ഇതിനൊക്കെ നമ്മൾ തന്നെ ചെയ്താലാണ് ഇത് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ചെയ്ത മെത്തേഡ് ട്രയൽ ആൻഡ് എററാണ്. ഇതാണ് എൻ്റെ ഇനീഷ്യൽ ചലഞ്ച് ഉണ്ടായിരുന്നത്. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു എൻക്വയറി വരുന്നു വാട്ടിയുടെ അകത്ത്. ഒരു എക്സാമ്പിൾ വിചാരിച്ചോ, സൈൻസ് സാർ എനിക്കൊരു എൻക്വയറി ഇടാം, എൻ്റെ മോൾക്ക് വേണ്ടി അഡ്മിഷൻ വേണം. അപ്പം തിരിച്ച് മോളുടെ പേര് എന്താണെന്ന് ചോദിക്കുന്നു, ഏജ് എന്താണെന്ന് ചോദിക്കുന്നു. ഒരു 6 ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്. സൈൻസ് സാർ അവിടെ വെച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ കട്ടായി. വാട്ടി ഓട്ടോമാറ്റിക്കലി 24 മണിക്കൂറിൻ്റെ അകത്ത് സൈൻസ് സാറിന് ഒരു ഓട്ടോമാറ്റിക് റിപ്ലൈ ആയിരിക്കും. ആദ്യത്തെ റിപ്ലൈ ഞാൻ സെറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എനിക്കും താല്പര്യമില്ല. ആദ്യം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വാട്സപ്പൊക്കെ തുറക്കുമ്പോൾ വോയിസ് ഒക്കെ തെറിയൊക്കെ വരുന്നു. അപ്പോഴാണ് മനസ്സിലായേ ഇത് നമ്മൾ ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് ചെയ്ത് പഠിക്കണം. ഇത് ചില ബിസിനസ്സിൽ ശരിയാവും, ചിലരുടെ ഇത് ശരിയാവില്ല. മനസ്സിലാവുന്നുണ്ട്? അതന്നെ ട്രയൽ ആൻഡ് എറർ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ കസ്റ്റമർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അത് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട്. ഇപ്പം ഞാനത് മാറ്റി. മനസ്സിലാകുന്ന നിങ്ങൾക്ക് തിരക്കുള്ള വ്യക്തിയാണ്, കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ബാക്കി ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, ഇപ്പം ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫ്രീ ആകുമ്പോൾ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ആ സമയത്ത് കോഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം. അങ്ങനെ കുറച്ച് ടിപ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ എവിടെ നിന്ന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വീക്കിലി മീറ്റിങ്ങിൽ വരുന്ന സമയത്ത് ആരെടുത്ത് ചോദിക്കും? ഒന്ന് ഉറക്കെ പറ. പ്രവീൺ സാറിൻ്റെ അടുത്ത് ചോദിക്കും. നേരത്തെ പറഞ്ഞ പോലെ എക്സിസ്റ്റിംഗ് കോഴ്സ് സ്ട്രക്ചറിൻ്റെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. മെയിൻ പ്രശ്നം നിങ്ങളുടെ അടുത്ത് കണ്ണടച്ച് ഇമാജിൻ ചെയ്യുമ്പോൾ കുറച്ച് പേർക്ക് ആർക്കൊക്കെ ആൻസർ കിട്ടിയെങ്കിൽ ലൈഫ് ലോങ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കിട്ടിയില്ലേ? അതില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്താ അറിയാമോ? ലാക്ക് ഓഫ് മിഷൻ ആൻഡ് ലാക്ക് ഓഫ് കമ്മ്യൂണിറ്റി. ഇതില്ലെങ്കിൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്യില്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം
ഇതിപ്പോ 8 മാസം 65 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഈസി ആയിട്ട് പറയാം. പക്ഷേ കണ്ണൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് കണ്ണൊക്കെ ചോന്ന് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഫുഡൊന്നും കഴിക്കാതെ ഇങ്ങനെ ഇരുന്ന് എറർ വരുന്ന സമയത്ത് വാട്ടിയുടെ എക്സിക്യൂട്ടീവ്സിനെ കോൺടാക്ട് ചെയ്ത് അവരെ പറഞ്ഞ് അവർക്ക് 100 മെയിൽ അയച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്ത് നമുക്ക് മിഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഈസിലി തീരുമാനിക്കാം. KGF വേണ്ട, ഒന്നും വേണ്ട, ഞാൻ എൻ്റെ വീട്ടിൽ ഫുഡൊക്കെ കഴിച്ച് അമ്മയും അച്ഛനൊക്കെ ഉണ്ട്, ജീവിച്ചോളാം. അതാണ് മിഷൻ്റെ ഇമ്പോർട്ടൻറ്റ്. ലാക്ക് ഓഫ് മിഷൻ ഉണ്ടെങ്കിൽ ഇതും നമ്മൾ ചെയ്യില്ല. ലാക്ക് ഓഫ് കമ്മ്യൂണിറ്റിയിലോട്ട് ഞാൻ വേറെ കണക്ട് ചെയ്യാം. അങ്ങനെയാണ് മെയ് മാസത്തോട്ട് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ പഠിച്ചു, എൻ്റെ എക്സിസ്റ്റിംഗ് കോഴ്സിൽ ഒരു മാസം ഒരു 150-200 പേർ കയറ്റി കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും എന്ന് ഞാൻ പഠിച്ചു. എനിക്ക് മാത്രമല്ല, ആ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിന് പണി കിട്ടും എന്ന് പഠിച്ചു. തെറി കുറേ കേൾക്കേണ്ടി വരുമെന്ന് പഠിച്ചു. നമുക്ക് തിരിച്ചും വിളിക്കാൻ പറ്റില്ലല്ലോ യൂട്യൂബിലൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് ഒരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു. അങ്ങനെ മെയ് മാസം എത്തി. മെയ് മാസം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം, ഈച്ച് ആൻഡ് എവ്രി വീക്കിലി മീറ്റിങ്ങിൽ ഞാൻ ജോയിൻ ചെയ്തു. പ്രവീൺ സാറിൻ്റെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ കണക്ട് ചെയ്യും. ഇതിൽ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് മിഷനിലെ ക്ലാരിറ്റി വരുത്തിക്കൊണ്ടിരുന്നു. ലെവൽ 1 കോഴ്സ് ഫുള്ളായിട്ട് സെറ്റ്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഡിഫറെൻറ്റ് കോഴ്സുകളുണ്ട്. കിഡ്സിന് വേറെ കോഴ്സ്, വാട്ടർ കളർ വേറെ കോഴ്സ്, പെൻസിൽ ഡ്രോയിങ് വേറെ കോഴ്സ്, പെയിൻറ്റിങ് വേറെ കോഴ്സ്, അതെല്ലാം മാറ്റിയിട്ട് ലെവൽ 1 ഒരു പാക്കേജ് ഓഫ് കോഴ്സ് സെറ്റ് ചെയ്തു. അപ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ എൻക്വയറി വരുന്ന സമയത്ത് കൊടുക്കുന്ന പ്രൊഡക്റ്റ് സെയിമാണ്. ബാക്ക് എൻഡിൽ ആ ഓട്ടോമേഷൻ ഫ്ലോ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഒന്ന് ബുക്കിൽ എഴുതാവോ? എന്താ പ്രൊഡക്റ്റ് സിമ്പിൾ ആക്കുകയാണെങ്കിൽ ഓട്ടോമേഷൻ കുറച്ചും കൂടി സിമ്പിളാണ്. ഞങ്ങൾ പ്രൊഡക്റ്റ് സിമ്പിളായി. അങ്ങനെ മെയ് മാസം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ സമയത്ത് സെക്കൻഡ് ഹാഫിൽ ഞാൻ L1 കോഴ്സ് ലോഞ്ച് ചെയ്തു. ലൈഫ് ടൈം ആക്സസിൽ കോഴ്സ് കൊടുക്കാനായിട്ട് തുടങ്ങി. അവിടെയാണ് എൻ്റെ മൈൻഡിൻ്റെ രണ്ടാമത്തെ പ്രശ്നം വരുന്നത്. പ്രവീൺ സാറെ എഴുതി പറഞ്ഞു, സച്ചിനെ ലൈഫ് ടൈം ആക്സസ് കൊടുക്കുക എല്ലാ കോഴ്സിനും. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ഓരോ കോഴ്സും 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് ഓരോ കോഴ്സും 2 മാസത്തെ ഫീസ് കൊടുത്ത് 2 മാസം കഴിഞ്ഞാൽ സ്റ്റുഡൻസ് എനിക്ക് മെസ്സേജ് റിപ്ലൈ കൊടുക്കാതെ അവരൊന്നും ഓടി ഓടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രവീൺ സാർ പറയുന്നത് ലൈഫ് ടൈം ആക്സസ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു, സാറ് നടക്കില്ല എന്ന് പറഞ്ഞില്ല, പക്ഷെ സാറിന് മനസ്സിലാവും, എൻ്റെ സൈലൻ്റായിട്ട് സാറിന് മനസ്സിലാവും. അപ്പം നിങ്ങളത് ഞാൻ കുറച്ച് നേരത്തെ എനിക്ക് വെറുതെ ചിന്തിപ്പിച്ചില്ലേ, ഇതേ സാധനം സാറ് പറയാതെ എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചു. സച്ചിൻ എന്താണ് ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായാലും ജോലി ചെയ്യണമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് 100 കോടി ഉണ്ടെങ്കിലും മുന്നോട്ട് ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി നമ്മൾ ചെയ്യണമല്ലോ. ആ പരിപാടി എന്താണെന്ന് പ്രവീൺ സാർ എന്നെ കൊണ്ട് ആലോചിപ്പിച്ചു. ഓട്ടോമേഷനൊക്കെ ചെയ്ത് ഈ ഒരു ലെവലിൽ എത്തിച്ചിട്ട് ഈ ഒരു സമയത്ത് വീണ്ടും എനിക്ക് പ്രശ്നങ്ങൾ വന്നു. ഞാൻ ലൈഫ് ടൈം ആക്സസ് സ്റ്റാർട്ട് ചെയ്യണോ അങ്ങനെ ചിന്തിച്ചപ്പോൾ വീണ്ടും ഞാൻ ആലോചിച്ചു. കുറേ പേര് സ്ട്രഗിൾ പറഞ്ഞില്ലേ നിങ്ങളുടെ സ്റ്റേജിൽ കയറിയിട്ട്, എൻ്റെ സ്ട്രഗിൾ ഞാൻ ആലോചിച്ചു. ഇത്രയും ദൂരം വന്നിട്ടുണ്ടെങ്കിൽ KGF-ലുള്ള എല്ലാ ഗോൾഡും ഞാൻ പൊട്ടിച്ച് എല്ലാ ഗോൾഡും പെറുക്കിയെടുത്തിട്ട് ഞാൻ പോകും എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ലൈഫ് ടൈം ആക്സസ് ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് കോമ്പറ്റീഷനെ ഈസിലി ബ്രേക്ക് ചെയ്യാം നമ്മുടെ ഒറ്റൊരു വാചകം കൊണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ബിസിനസ്സിൽ ലൈഫ് ടൈം കമ്മ്യൂണിറ്റി ലൈഫ് ടൈം ആക്സസ് കൊടുക്കുന്നവർ കോമ്പറ്റീറ്റേഴ്സ് കുറവായിരിക്കും. നമ്മുടെ ഒറ്റ ഡിസിഷനിൽ ഈസിലി ബ്രേക്ക് ചെയ്യും. അപ്പം എൻ്റെ അടുത്തൊരു സ്റ്റുഡൻറ്റ് വരികയാണ്, സാറേ എന്താ കോഴ്സ്? നമ്മുടെ ഇതാണ് കോഴ്സ് ലൈഫ് ടൈം ആക്സസ്, നിങ്ങൾക്കിത് വേറെ എവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ചോദിച്ചു. എന്നുണ്ട് ഓക്കെ ആണോ? ഒരുപാട് കൈയടിച്ച്. അവിടുത്തെ പ്രശ്നം വീക്കിലി മീറ്റിംഗ് ഉണ്ട്, ലൈഫ് ടൈമാണ്. എല്ലാ ദിവസവും ഞായറാഴ്ച 8 മണിക്കാണ് ഞാൻ ചെയ്യുന്നത്. ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, ലൈഫ് ടൈമാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ വെബിനാറും ഡയറക്റ്റ് സെയിൽസൊക്കെ ചെയ്ത് 28K ആഡ് സ്പെൻഡ് ചെയ്ത് 3.6 lakh ഇൻകം മെയ് മാസത്തിൽ ക്രിയേറ്റ് ചെയ്തു. ആലോചിക്കണം, അത് മെയ് മാസത്തെ പകുതിക്ക് മുതലാട്ടോ സ്റ്റാർട്ട് ചെയ്ത് ലെവൽ 1 മെമ്പർഷിപ്പ്. അവിടെ തൊട്ടാണ് 1 എന്ന് പറഞ്ഞിട്ട് എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ എണ്ണി തുടങ്ങുന്നത്. ഞാൻ അത്രയും 10,000-ഓളം സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടും എനിക്ക് 1 എന്ന് പറഞ്ഞ് എൻ്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് ഞാൻ എണ്ണി തുടങ്ങുന്നത് മെയ് മാസം മുതലാണ്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മന്തിൽ ചെയ്ത കാര്യം, കൂടുതൽ പരസ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു.
പരസ്യം ചെയ്യാനും പ്രവീൺ സാറിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡയമണ്ട് മെമ്പർഷിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സാറ്റർഡേ നമുക്ക് മീറ്റിംഗ് ഉണ്ട്, ഹൈ മീറ്റിംഗ് സെപ്പറേറ്റ് ഉണ്ട്, നമുക്ക് വേറെ അക്കൗണ്ടബിലിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ ഫുൾ ഡിസ്കഷൻ പരിപാടിയൊക്കെയാണ്. അപ്പോൾ പരസ്യം കൊടുക്കുന്നത് തന്നെ ഈ പറഞ്ഞ പോലെ ഒറ്റ പ്രൊഡക്റ്റാണ്, ഡ്രോയിങ് ക്ലാസ് ആണ്. ടാർഗറ്റ് ഓഡിയൻസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പം ജെയ്സൺ സാറിൻ്റെ സിൽവർ ഓർണമെന്റ്സ് അല്ലേ, അപ്പോൾ പരസ്യം കൊടുക്കുമ്പോൾ ഈ ഒരു കാറ്റഗറി കല്യാണം കഴിക്കാൻ പോകുന്ന സുന്ദരന്മാരായ ആണുങ്ങൾക്ക് ഇടാൻ പറ്റുന്ന സിൽവർ റിംഗ് പരസ്യം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിനെ ടാർഗറ്റ് ചെയ്തിട്ട് കൂടുതൽ പ്രായമായിട്ടുള്ളവർക്ക്, അങ്ങനെ കുറച്ച് പ്രായമായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും പ്രായമായിട്ടുള്ള സ്റ്റുഡൻറ്റ് 76 വയസ്സുള്ള സ്റ്റുഡൻ്റ് ഉണ്ട്. പുള്ളിക്കാരി ഓൺലൈനിലൂടെ ഡ്രോയിങ് പഠിക്കുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോ ഒക്കെ വെച്ചിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് പ്രായമായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ആർട്ട് ക്ലാസ്, IT കമ്പനിയിൽ വർക്ക് ചെയ്തവരുടെ ആർട്ട്. എന്തുകൊണ്ട് IT കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 6 വർഷം IT കമ്പനിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്, അവരായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ജോബ് പ്രഷറൊക്കെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ക്ലാസ്, കുട്ടികളുടെ ആർട്ട് ക്ലാസ്, അങ്ങനെ കാറ്റഗറി തിരിച്ചിട്ട് ഓരോ കാറ്റഗറിയിലും 3 വീഡിയോ, ഒരു പോസ്റ്റർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്തോരം വീഡിയോ, എന്തോരം പോസ്റ്റർ വേണ്ടി വരും? അപ്പം അത്രയും പ്രവീൺ സാർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ കണ്ണടച്ച് ചെയ്തു, പരസ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ജൂൺ മാസം 60K സ്പെൻഡ് ചെയ്തു, 5.2 lakh ഇൻകം കിട്ടി. വീക്കിലി മീറ്റിംഗിൻ്റെ അകത്തുനിന്ന് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ടായിരുന്നു. ലെവൽ 2 കോഴ്സ് ലോഞ്ച് ചെയ്തു. വാട്ടിയുടെ പ്രോ വെർഷൻ എടുത്തു. ഇപ്പോൾ കുറേ ടാഗിങ്, കുറേ പരിപാടിക്ക് എക്സ്ട്രാ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ കൂടുതൽ സെയിൽസ് എടുക്കാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്തായിരിക്കും എന്ന് പറഞ്ഞേ? അല്ല, യെസ്, വിഷൻ നമ്മൾ മറന്നാലും ലൈഫ് ടൈം ആക്സസ് ഉള്ള കമ്മ്യൂണിറ്റിയുള്ള കുറേ പേര് നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നാലും വീക്കിലി മീറ്റിംഗ് കയറുമ്പോൾ അവർ നമ്മൾ ഓർമ്മിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായിരുന്നു ആ മോട്ടിവേഷൻ. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇവിടെ ഈ ഒരു ടൈമിൽ, ഇതൊരു 3 മാസത്തെ കണക്കാട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. ഈ ഒരു ടൈമിൽ കുറേ തല പുകച്ചിട്ടുണ്ട്. ഇൻകമിങ് കോൾസ് എല്ലാം കട്ട് ചെയ്തു. എൻ്റെ പാരൻസ്, ഫാമിലി വിളിക്കുമ്പോൾ ടൈം ഞാൻ പറഞ്ഞു, ഈ ടൈമിലാണ് എന്നെ വിളിക്കേണ്ടതെന്ന് പറഞ്ഞു. കല്യാണം കഴിക്കുന്ന കുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഉച്ചയ്ക്ക് ഒരു സ്ലോട്ട്, രാത്രി ഒരു സ്ലോട്ട്. ശരിക്കും ഉച്ചയ്ക്ക് 1 മണിക്കൂറാണ് സ്ലോട്ട്, രാത്രി 1 മണിക്കൂറാണ് സ്ലോട്ട്. പക്ഷേ അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ടൈം അതിനുവേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ബാക്കി ഓട്ടോമേഷൻസ് വർക്ക് അവിടെ നല്ല രീതിയിൽ പ്രേമിക്കുകയും ചെയ്തു, നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ജൂൺ മാസം 60K, 5.2 lakh. ജൂലൈ മാസം 1 lakh, 7.9 lakh ഇൻകം. അടുത്തത് ഓഗസ്റ്റ് 2 lakh, 11 lakh ഇൻകം. മന്ത്ലി 10 lakhിലോട്ട് സെയിൽസ്. ഇതിൻ്റെ അകത്ത് സാർ കുറച്ച് നേരം മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ ഹാബിറ്റ് ട്രാക്കർ, 20 ഗോൾസ്, പിന്നെ നേരത്തെ 80-20 റൂൾ പറഞ്ഞ രാവിലെ നേരത്തെ എണീക്കുക, 20% റിസൾട്ട് വരുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇതെല്ലാം ഇങ്ങനത്തെ ഒരു ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ട്, സ്പൈറൽ ബൈൻഡ് ബുക്ക് വാങ്ങിച്ചിട്ട്, ഇപ്പോൾ ആ ബുക്കിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടോ ഇതൊക്കെ മാനുവലി എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കൈകൊണ്ട് എഴുതിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വട്ടം കൂടി പറഞ്ഞുതരാം. 20 ഗോൾസ്. ഒരു ബുക്ക് എടുക്കും, ഒരു പേജ് ഇങ്ങനെ മടക്കിയിട്ട് ഒരു ലൈൻ ഇട്ടിട്ട് ഇവിടെ ടുഡേയ്സ് ടോപ്പ് 20 ഗോൾസ് ഉണ്ട്. അത് നമ്മുടെ ലൈഫിൽ 20 ഗോൾസ്, 1, 2, 3 ഇതെല്ലാ ദിവസവും എഴുതും. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ അന്നത്തെ ദിവസം ചെയ്യേണ്ട ടാസ്കുകൾ എഴുതും. പിന്നെ ഹാബിറ്റ് ട്രാക്കറിൻ്റെ അകത്ത് കുറേ ചെക്ക് ലിസ്റ്റ്, അത് എൻ്റേതായ രീതിയിൽ ഞാൻ മാറ്റി. ജിമ്മെന്നാക്കി, അങ്ങനെ കുറച്ച് മൂന്നുള്ളത് ജിമ്മെന്നാക്കി മാറ്റി. സാറൊക്കെ കണ്ടുണ്ടോ? ഞാൻ എഴുതിയിട്ടാണ് ഇടാറ്, എനിക്ക് ആപ്പും കാര്യങ്ങളൊന്നും അല്ല. ഇതെല്ലാ ദിവസവും എഴുതും. എണീക്കുന്ന ടൈം മാറ്റി. 4 മണി 4:20 എണീറ്റ് വർക്കൗട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ടൊരു 6:30 മുതൽ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഞാൻ 5:30 ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം 10 മണിക്കാണ് ഫുഡ് കഴിക്കുള്ളൂ. ആ ലോങ് ഗ്യാപ്പിൽ എനിക്ക് വർക്ക് ചെയ്യാൻ കിട്ടും. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഹെൽത്തിയാണ്. പിന്നെ രാവിലെ ആലോചിച്ച് നോക്ക്, രാവിലെ ജിമ്മിൽ നിന്ന് കഴിഞ്ഞിട്ട്, ആ സമയത്ത് ജിമ്മ് കഴിഞ്ഞിട്ട് 5 മണി 6:30 ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ 6:30, 7:30, 8:30, 9:30, മിനിമം 4 മണിക്കൂർ നമുക്ക് സ്വന്തമായിട്ട് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു എഫേർട്ട് എടുത്തിട്ടാണ് ഇതിലോട്ടെല്ലാം പുഷ് ചെയ്ത്. ഇവിടെ എല്ലാ വീക്കിലി മീറ്റിങ്ങിലും നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ പ്രവീൺ സാറിനെ കാണിച്ച് എൻ്റെ എക്സൽ ഷീറ്റ് ഞാൻ വെരിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു.
അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, വീണ്ടും വീണ്ടും മാറ്റങ്ങൾ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഓഗസ്റ്റ് മാസം 11 ലാഖിലോട്ട് പുഷ് ചെയ്ത്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയൊരു പോയിന്റ്, സ്റ്റാഫ് ഇല്ല, റെന്റ് ഇല്ല, ഇൻകമിങ് ഫോൺ കോൾസ് ഇല്ല, മെസ്സേജ് വാട്ടി ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാം ഓട്ടോമേഷനിൽ പോകും. ഒരു അലാം സെറ്റ് ചെയ്ത് കുറച്ച് മണിക്കൂർ ഇടവിട്ടിട്ട് വട്ടിയുടെ മെസ്സേജ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഇതായിരുന്നു ഫ്രീഡം എനിക്ക് കിട്ടിയ. സിസ്റ്റം വർക്ക്സ്, പീപ്പിൾ ഫെയിൽസ്. ഇതൊരു മനുഷ്യനാണ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പകുതിയുടെ പകുതി എത്തിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് അടുത്ത ഹോൾ ഓഫ് ഫെയിമിലോട്ട് വരുന്നത്. 30 ദിവസം കൊണ്ട് 11,50,000 ഇതാണ് നമ്മുടെ ആഡ് സ്പെൻഡ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഇൻകം അറിയണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കൂടെ പ്ലസ് ഒരു 50,000 കൂടി ഇട്ട് കഴിഞ്ഞാൽ ബാക്കി പ്രോഫിറ്റാണ്. 6ാമത്തെ ഗെയിമിഫിക്കേഷൻ. സെപ്റ്റംബർ ഒക്ടോബർ മന്തിലോട്ട് ഞാൻ കയറി. അപ്പോൾ പ്രവീൺ സാറ് പറഞ്ഞു കുറേ കോഴ്സ് ഉണ്ട്, നമുക്ക് കുറേ സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇങ്ങനെ സ്റ്റുഡൻസിൻ്റെ എണ്ണം 800-750 ആൾ നിൽക്കുവാണ്. ലൈഫ് ടൈമാണ്, വീക്ക്ലി മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ഗെയിമിഫിക്കേഷൻ ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് റിവാർഡ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. എന്താണ് ഈ കോഴ്സിൻ്റെ സ്റ്റാർട്ടിൽ സ്റ്റുഡൻസിൻ്റെ റിവാർഡ് കിട്ടുന്നത്, എങ്ങനെയാണ് ഈ കോഴ്സ് എൻഡ് ചെയ്യുന്നത്. ലൈഫ് ടൈമാണെന്ന് വെച്ചാൽ കോഴ്സ് ലൈഫ് ടൈം ആണെന്നല്ല, ലൈഫ് ടൈം ആക്സാണ് കൊടുത്തിരിക്കുന്നത്. കോഴ്സിന് ഒരു എൻഡിങ് ഉണ്ടല്ലോ, പഠിച്ചവർക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു ഫിനിഷിംഗ് പോയിന്റ്. അങ്ങനെ റിവാർഡ് സിസ്റ്റം സെറ്റ് ചെയ്തു. ഒരു 3 റിവാർഡ് സിസ്റ്റം സെറ്റ് ചെയ്തു. അങ്ങനെ റിവാർഡ് അനുസരിച്ചിട്ട് സ്റ്റുഡൻസിൻ്റെ ഹോൾ ഓഫ് ഫെയിം ഇൻ്റർവ്യൂസ് എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 7-8 പേരുടെ ഹോൾ ഓഫ് ഫെയിം ഇൻ്റർവ്യൂസ് എൻ്റെ അടുത്തുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ബോണസ് കോഴ്സുകൾ നമ്മൾ എക്സ്ട്രാ സ്റ്റാർട്ട് ചെയ്തു. സെപ്റ്റംബർ ഒക്ടോബർ മാസം അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ 2.2 ലാക്ക് ആഡ് സ്പെൻഡ്, 10 ലാക്ക് ഇൻകം, 2.7 ലാക്ക് ആഡ് സ്പെൻഡ്, 9 ലാക്ക് ഇൻകം, ആ റേഞ്ചിലോട്ട് പുഷ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ മന്തിലൊരു 10 ലാക്ക് എന്ന് പറയുന്നൊരു രീതിയിലോട്ട് നമുക്ക് ആ റിയാലിറ്റിയിലോട്ട് എത്താനായിട്ട് എനിക്ക് സാധിച്ചു. കിട്ടുന്ന പൈസയ്ക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ ചിലവിലോട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന രീതിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7 ഫ്രീഡം. സൈഡിൽ വരച്ച പടങ്ങൾ കണ്ടിരുന്നോ? അത് ഞാൻ വരച്ചാട്ടോ. 7ാമത്തെ പോയിന്റ് ഫ്രീഡം. ഞാനിങ്ങനെ ഇപ്പം കണ്ടില്ലേ, 10 ലക്ഷം മാസം ഇങ്ങനെ കുഴിച്ചിരിക്കുന്ന സമയത്ത് പ്രവീൺ സാർ എൻ്റെ അടുത്ത് ഒരു വേർഡ് പറഞ്ഞു, സച്ചിനെ ബാലൻസ് ചെയ്യണം. പ്രവീൺ സാറിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഫുള്ളായിട്ട് പറയൂല, കുറേ നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലേ പറയുള്ളൂ. അങ്ങനെ പറഞ്ഞു, സച്ചിൻ ഇപ്പോൾ ലെവൽ 1 മെമ്പേഴ്സിനെ കയറിക്കൊണ്ടിരിക്കുക, കല്യാണ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ കൂടെ പരസ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇനിയിങ്ങനെ പരസ്യം അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ എമൗണ്ട് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് എൻക്വയറി ഇതെല്ലാം കയറും, ഇത് കയറും, സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടും, ഇൻകം കയറും. ബാലൻസ് ചെയ്യാൻ പോകും. അത് ഈ ഭയങ്കര ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ഞാനിപ്പോഴും മനസ്സിൽ എഴുതി വെച്ചിരിക്കുന്നൊരു വേർഡാണ് ബാലൻസ് എന്ന് പറയുന്ന കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കി മനസ്സിലാവും. ഞാനിതിങ്ങനെ തുടർന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 1 crore ഇൻകം ജനറേറ്റ് ചെയ്യാൻ അവിടെ നിന്നേനെ. പ്രൈവറ്റ് സാറിന് നല്ലൊരു ടെസ്റ്റ് മോണിയിൽ കിട്ടുമായിരുന്നു. പക്ഷെ ഇതൊക്കെ വിട്ടിട്ട് എന്നെ മനസ്സിലാക്കിയിട്ട് ബാലൻസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. എനിക്ക് മനസ്സിലായി, കസ്റ്റമൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഫോക്കസ് കൊടുക്കണം. ഇപ്പുറത്തൊരു മാരേജ് ഫംഗ്ഷൻ വരുന്നുണ്ട്, കല്യാണം കഴിക്കാൻ കുറേ ആഗ്രഹിച്ചൊരു കുട്ടി വന്ന് നിൽക്കുന്നുണ്ട്, അവൾക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടാവും, അതിൻ്റെ അകത്തോട്ട് ഫോക്കസ് കൊടുക്കണം. ആഡ് സ്പെൻഡ് പതിയെ റെഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ആ സമയത്താണ് എനിക്ക് നവംബർ ഡിസംബർ മാസമാണ് 1000+ L1 മെമ്പേഴ്സ് നമുക്ക് കിട്ടിയേ. ലെവൽ 3 പ്ലാനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഒരേ ലൈനിൽ വന്നു. മിഷൻ, കമ്മ്യൂണിറ്റി, പിന്നെന്താ ഞാനും എൻ്റെ ഭാര്യ, അങ്ങനെ എല്ലാം ഒരേ ലൈനിൽ വന്നു. അങ്ങനെ എൻ്റെ ബിസിനസ്സിൽ ഞാൻ ഫ്രീഡം എൻജോയ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ മാസം ഞാൻ ആഡിന് പൈസ സ്പെൻഡ് ചെയ്തിട്ടില്ല, 0 ആണ്. എൻ്റെ മൊബൈലിൽ എൻക്വയറി കൂടി വന്ന 2-3 എൻക്വയറി വന്നിട്ടുണ്ടായിരിക്കുള്ളൂ. L1 മെമ്പേഴ്സ് ആണെങ്കിൽ എപ്പോഴും മെസ്സേജ് ശല്യം ചെയ്യാറില്ല, ക്ലിയറായിട്ട് അറിയാം. വീക്ക്ലി മീറ്റിങ്ങിൽ എല്ലാ വീക്ക്ലി മീറ്റിങ്ങിലും ഞാൻ വരും, ഡൗട്ട് ക്ലിയർ ചെയ്യുമ്പോൾ അറിയുന്ന കാരണം ഈസി ആയിട്ട് ചെയ്യാം. മാരേജിൻ്റെ ഓട്ടം തുടങ്ങി, ഡ്രസ്സൊക്കെ എടുത്ത് തുടങ്ങി, ഭയങ്കര റിലാക്സ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഫ്രീഡം എന്താണെന്ന്
മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കൂടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കും ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവർക്കും അവരുടേതായ ടൈം കൊടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഈ ഒരു ജേണി കല്യാണത്തിന് മുമ്പ് അടുത്തുനിന്ന് ഇങ്ങനെ കാണാനും പറ്റിയല്ലോ. അപ്പം അങ്ങനെയാണ് ഈ ഒരു ലെവലിലോട്ട് വരുന്നത്. നവംബർ മാസം 1 lakh ആഡ് സ്പെൻഡ്, 4.3 lakh ഇൻകം. ഡിസംബർ മാസം നിലവിൽ ഇപ്പോൾ നിൽക്കുന്ന പോയിന്റിൽ 0 ആഡ് സ്പെൻഡാണ് ചെയ്തിരിക്കുന്നത്. 46K ആണ് ഇൻകം ഓർഗാനിക്കലി നമുക്ക് വന്നിരിക്കുന്നത്. ദാറ്റ്സ് മൈ സ്റ്റോറി. ടോട്ടൽ 11 lakh ആഡ് സ്പെൻഡ് ചെയ്തിട്ട് 65 lakh 8 month കൊണ്ട് കിട്ടിയൊരു സ്റ്റോറി. എൻ്റെ കോർ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംപ്ലിമെൻറ്റ് സക്സസ്ഫുൾ സിസ്റ്റംസ് അറ്റ് ലൈറ്റ്നിങ് സ്പീഡ് വിത്ത് എ മിഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. ഞാൻ ക്രിയേറ്റ് ചെയ്താട്ടോ, ഗ്രാമർ നോക്കണ്ട കേട്ടോ. ഇംപ്ലിമെൻറ്റ് സക്സസ്ഫുൾ സിസ്റ്റംസ്. നമ്മളിവിടെ ഇതിൻ്റെ അകത്തൂടെ പഠിക്കുന്നത് ഒരുപാട് പേര് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ലോകത്ത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് പഠിപ്പിക്കുന്നത്. ഓട്ടോമേഷൻ ടൂൾസ് ആണെങ്കിൽ തന്നെ സെലക്റ്റീവായിട്ട് ബെസ്റ്റ് ടൂൾസാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ്നിങ് സ്പീഡിൽ, ഇടിവെട്ടുന്ന സ്പീഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതൊരു മിഷനോടുകൂടി ഒരു കമ്മ്യൂണിറ്റിയോട് ചേർത്ത് പിടിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്പീഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും.